സ്നേഹിതരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ചോദിക്കുന്നു, ഇപ്പോൾ ലൈവ് ഒന്നും കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ലൈവിനെ പറ്റി, ലൈവൊക്കെ അവരെ കാണുന്നെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമുണ്ട്. അപ്പോഴും നമുക്ക് ലൈവായിട്ട് അങ്ങനെ ഒരു എന്താണ് കണക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ഇടുന്നതല്ല. വരുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് പറയുന്നതാണ്. പിന്നെ അത് ലൈവായി മാറും. എന്നിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വലിയ റിലാക്സ് ആണ്. അതിപ്പോൾ നമ്മൾ ലൈവായിട്ട് പറയുന്നു. ലൈവായിട്ട് പറഞ്ഞാലും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോട്, അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, അതായത് എന്താണ് ഇവിടെ പറഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് പറയാൻ, അപ്പുറത്ത് നിന്ന് വീണ്ടും രഹസ്യ സ്വഭാവം കാര്യങ്ങളാണെങ്കിൽ അപ്പുറത്ത് നിന്ന് പറയാത്ത ആൾക്കാരോട് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റിലാക്സ് ആണ്. ഇപ്പോഴ് ചൂടൊക്കെ കൂടി നിൽക്കുകയാണ്. എല്ലാവർക്കും എന്തുണ്ടോ വിശേഷങ്ങൾ? ചൂടൊക്കെ ആയതുകൊണ്ട് ചിലപ്പം ബിസിനസ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ബിസിനസ്സൊക്കെ കുറവാണോ? ചെറിയൊരു കുറവുണ്ട്. ഇതിനകം കുഴപ്പമില്ല നമുക്കും. പിന്നെ ഈ കുറച്ച് അസുഖത്തിൻ്റെയൊക്കെ കാലമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു മോനും ഛർദിലുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലല്ല, നമ്മളവിടെ ഒരു പടിഞ്ഞാറ്റ് മുക്കിലൊരു ഗീതാ ഡോക്ടർ എന്ന് പറയും. അവിടെ ഗീതാ ഡോക്ടറെയൊക്കെ കൊണ്ടുപോയി കാണിച്ച് ഒരു മരുന്നൊക്കെ എഴുതി കൊടുത്തു. അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് കാണിക്കാനൊക്കെ പറ്റിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഗീത. നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ്. അത് രാവിലെയാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ലൈവിലൊക്കെ ഉള്ള ആൾക്കാരൊന്ന് കമൻ്റൊക്കെ ഇടി. അപ്പോൾ ഇന്ന് ന്യൂസൊന്നും കൂടുതൽ കേൾക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നിട്ട് ഒരു വാർത്ത ഇവിടെ കാണുകയാണ്. കൂട്ട ആത്മഹത്യയുടെ ഒരു ന്യൂസ് വരുന്നു. അതുപോലെ തന്നെ തെരുവുനായ അക്രമം. ഈ തെരുവുനായ അക്രമം ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ. തെരുവുനായ അക്രമം പക്ഷേ അത് ചില സ്ഥലങ്ങളിൽ അത് പട്ടികൾ കടിക്കുന്നു, ചില സ്ഥലങ്ങളിലൊന്നും പട്ടികളെ കടിക്കാറില്ല. ഞാൻ നമ്മുടെ ഇവിടെ കണിയാമരത്തൊക്കെ വന്നപ്പോൾ കണിയാമരത്തൊന്നും ആരെയും പട്ടി കടിക്കാനായിട്ട് കേൾക്കാനില്ല. നമ്മളും പോണ വഴിക്കൊക്കെ പട്ടികളെ കാണാറുണ്ട്. പക്ഷെ അവരെയൊന്നും, അതുപോലെ തന്നെ നമ്മുടെ ആലങ്കോട് പുതിയതടം ഭാഗത്തൊക്കെ അതുപോലെ തന്നെ പട്ടികൾ ഇങ്ങനെ കടിക്കുന്നതായിട്ട് കാണാറില്ല. ഭക്ഷണം കൊടുക്കരുതെന്നൊക്കെയാണ് ഇപ്പോൾ കോടതി ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണോ അല്ലാതെയോ എന്നൊന്നും അറിയാൻ വയ്യ. ഇപ്പം നമ്മൾ ഭക്ഷണം അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടല്ല, കൂട്ടമായി സ്ഥിരമായി ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ അത് ഒരുപാട് ചിലപ്പോൾ സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും. അത്യാവശ്യം കൊടുക്കണോണ്ട് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അതും ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ. അപ്പം അവർക്കും എന്തെങ്കിലുമൊക്കെ അന്നം കിട്ടണ്ടേ. പിന്നെ വേറെന്തൊരു വിശേഷം? വേദനയായി സഖി. ഞാൻ ന്യൂസൊന്നും കേട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ ന്യൂസിന്റെ വിവരങ്ങൾ. കേട്ടോ എന്താണ്? ശബരിമല വിഷയത്തിൽ LDF സർക്കാരിന് പൂർണ്ണ പിന്തുണയുമായി NSS. ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേവസ്വം മന്ത്രി ഉറപ്പ് നൽകിയ ജി സുകുമാരൻ നായർ. ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന്
ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ NSS ജനറൽ സെക്രട്ടറി. BJPക്കും വിമർശനം. സാക്ഷാൽ അയ്യപ്പനെ നമ്മൾ അയ്യപ്പനെ കണ്ടിട്ട് കഴിഞ്ഞിട്ട് ചേർത്ത് കൊണ്ടുപോകാനും അപ്പൊ അയ്യപ്പനെ വിഭക്തിയോ ഇത് നിങ്ങൾ അഹേരിക്കാം. അതുകൊണ്ട് അത്രമല്ല എന്ന് ആരും പറയാൻ ഞാൻ വിശ്വസിക്കുക. മുഖ്യമന്ത്രി ഭക്തരെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ. अतुल्य योगदान के प्रति सम्मान्य दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार. Mohanlal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists. മലയാളത്തിന് അഭിമാന മുഹൂർത്തം. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി മോഹൻലാൽ. ആത്മാവിന്റെ സ്പന്ദനമാണ് തനിക്ക് സിനിമയെന്ന് മറുപടി പ്രസംഗത്തിൽ ലാൽ. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. I see this award as a collective tribute to our industry, legacy, creativity, and resilience. എന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമ. വേദിയിൽ മോഹൻലാലിനെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും. സന്തോഷം, ഒരുപാട് സന്തോഷം, വളരെ സന്തോഷം എന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ. ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടിയത് ഏറ്റവും വലിയ സന്തോഷം. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്കും സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും സമ്മാനിച്ചു. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ കേരളത്തിൽ 35 ഇടങ്ങളിൽ കസ്റ്റംസ് പരിശോധന. നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും ഉൾപ്പെടെ 36 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഉടമകളെ സമൻസ് നൽകി വിളിച്ചു വരുത്തും. വാഹനക്കടത്തിന് പിന്നിൽ കോയമ്പത്തൂർ റാക്കറ്റ് എന്ന് കസ്റ്റംസ് കമ്മീഷണർ. ഇവരെല്ലാം കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കേരളത്തിലെ ടാക്സ് അടച്ചു പോകുന്നതാണ്. അത് നമുക്ക് മറ്റു കാര്യങ്ങളിൽ കസ്റ്റംസിനായാലും നമുക്ക് അറിയത്തില്ല. യാതൊരു മര്യാദയും ഇല്ലാതെ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ് രജിസ്ട്രേഷൻ അത് തടയേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുക്കും. ദുൽഖർ ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പിനിരയായതാണെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന UN പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനെ അംഗീകരിച്ചാൽ ഹമാസിന് പ്രോത്സാഹനമാകുമെന്ന് വിശദീകരണം. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പണം നൽകുന്നത് ഇന്ത്യയും ചൈനയും എന്നും വിമർശനം. ഹമാസിനെ ഒഴിവാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുമെന്ന് പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ്. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി 24 പ്രതിനിധി മധു കൊട്ടാരക്കര. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വോട്ടെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കും. സംവരണവാദികളുടെ നറുക്കെടുപ്പ് അടുത്ത മാസം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കും. അപ്പോഴേ ഇതൊക്കെ പ്രധാന ന്യൂസ് ഇന്ന് കേട്ടതേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ മോഹൻലാലിന് അവാർഡ് പുരസ്കാരം കിട്ടിയ ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്ന ന്യൂസ് കാണിക്കുന്നില്ല. അതായത് ഒരു ആത്മഹത്യയുടെ ന്യൂസ് പറഞ്ഞായിരുന്നു. അപ്പം അത് അവിടെ പ്രധാന വാർത്തയായിട്ട് പറഞ്ഞില്ല. അടുത്ത ന്യൂസ്, തൃശ്ശൂർ ചേലക്കരയിൽ കൂട്ട ആത്മഹത്യ ശ്രമം, 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പിന്നെ മേപ്പാടം സ്വദേശി ശൈലജയും മകൻ ഗുരുതരാവസ്ഥയിൽ. അപ്പോൾ കൂട്ട ആത്മഹത്യാ ശ്രമം എന്നതായിരിക്കും ഒരു ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആത്മഹത്യക്ക് പ്രചോദനമാകാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മൾ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്, ദൈവം നമ്മളെ ഇവിടെ ഈ ഭൂമിയിലേറ്റ് സൃഷ്ടിച്ചിരിക്കുന്നത്
ആ ദൈവം തന്ന ആയുസ് ദൈവം തിരിച്ചെടുക്കുന്നത് വരെ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും കൊണ്ടുപോവുക. എന്നൊരു പ്രയാസമാണെങ്കിൽ നാളെ അത് വലിയൊരു നന്മയായി നമുക്ക് വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലത്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു പോസ്റ്റായിട്ടെങ്കിലും ഇട്ടാൽ സഹായിക്കാൻ ഒരുപാട് പേര് വരും. പിന്നെ അവിടെ വരുമ്പോൾ നമ്മളെ മിസ്യൂസ് ചെയ്യാതെ കൂടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം അങ്ങനെ ഇത് സഹായം വാഗ്ദാനം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴും നിങ്ങളുടെ വിഷമം പ്രയാസവും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിശ്വസ്തരെന്ന് തോന്നുന്നവരോട് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമ്മൾ ആയുസ് തീരുന്നത് വരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ആയുസ് തീരുന്നത് വരെ നമ്മൾ നമ്മുടെ ജീവിതം പിടിച്ചു നിൽക്കുക. ഇപ്പൊ ഒരുപാട് പേർക്ക് കടമുണ്ട്. നമുക്കൊക്കെ എല്ലാവർക്കും കടമുണ്ട്. അപ്പോൾ കടം തീർക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മളതിനെപ്പറ്റി ചിന്തിക്കുക. ആത്മാർത്ഥമായിട്ടുള്ള പല വഴികൾ തേടാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ അതാണ് വേണ്ടത്. അതല്ലാതെ ആത്മഹത്യ ചെയ്താൽ, ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാൾ മരിച്ചാൽ മറ്റുള്ളവർക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റൂല. ആ ഓർമ്മ എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് കൂട്ടാത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. പക്ഷെ കൂട്ടാത്മഹത്യ ചെയ്താൽ ഇവരുടെ ബന്ധുക്കൾക്കെല്ലാം ഒരു തീരാ ദുഃഖം പോലെ അത് എന്നും നിലനിൽക്കും. അവരുടെ കൂട്ടുകാർ, ചിലപ്പോൾ ബന്ധുക്കളെക്കാൾ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടുകാർ അവർക്ക് കാണും. അപ്പം അവർക്കൊന്നും ഒരിക്കലും മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉറ്റ കൂട്ടുകാരോട്, അതല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സമൂഹത്തിൽ നന്മ ചെയ്യണം അല്ലെങ്കിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അവരോട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയൂ. അവർ അതിന്റെ സൊല്യൂഷൻ എന്തായാലും കണ്ടെത്തി തരും. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. ദൈവത്തിൽ വിശ്വസിച്ചാൽ പൂർണ്ണമായി നമുക്ക് എന്ത് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ദൈവം അത് പരിഹരിച്ചു തരും എന്നൊരു ബോധം മനുഷ്യനുണ്ടാകുമ്പോൾ ആ ആത്മഹത്യാ ശ്രമത്തിലേക്കും മറ്റും പോകേണ്ട കാര്യമില്ല. എന്തുണ്ടായാലും ദൈവത്തെ ഓർമ്മിച്ചുകൊണ്ട് ദൈവം തന്ന ആയുസ് നിലനിർത്തുക എന്നതാണ്. വിഷമവും പ്രയാസവും ഇല്ലാത്തവർ ആരുമില്ല. അപ്പോൾ പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയൊക്കെ ഇടയിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴിത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ മോഹൻലാലിന് അവാർഡ് കിട്ടിയ ഒരു സമയവും. മോഹൻലാല് ഇപ്പോഴ് എന്തോ ഒരു ഡബിൾ ഇരട്ടി ശക്തിയായി സിനിമാ ലോകത്തേക്ക് തിരിച്ച് വരുന്നുണ്ട്. അദ്ദേഹം ഒരു ആത്മീയമായ ഒരു രീതിയിലൂടെ കാര്യങ്ങൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ ബിസിനസ്സിനെയും അല്ലെങ്കിൽ സിനിമയൊക്കെ ഒരു ആത്മീയ തലത്തിലൂടെ പുള്ളിക്കാരൻ എടുക്കുന്നു എന്നുള്ളത് ഇതാണ്. കുറച്ചുകൂടെ മെച്ചേർഡായി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു ദൈവത്തിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ആണ് ഓരോ വർക്കിനും ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഹെൽപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ നമുക്ക് നമ്മളെ 2-3 പേരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ
ട്രംപിന്റെ ന്യൂസ് തന്നെയാണ് അടുത്തത് വന്നത്. ട്രംപിന്റെ വലം കൈയായിരുന്നു ബ്രിട്ടൻ. അപ്പൊ ആ ബ്രിട്ടൻ ഇപ്പോഴ് എന്താണ് പാലസ്തീനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ പാലസ്തീന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പലസ്തീന്റെ പ്രധാനമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞത് ഹമാസിന് വേണ്ടിയാണ് എല്ലാവരും പിന്തുണയ്ക്കുന്നതെന്നും. അങ്ങനെയൊന്നുമില്ല. ഒരു നാടിൽ, അതായത് നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ എന്നൊരു നാട്ടിലെ വേറൊരു രാജ്യം ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അവിടുത്തെ തീവ്രവാദികളും അതല്ലെങ്കിൽ സാധാരണക്കാരും എല്ലാ ആൾക്കാരും രാജ്യത്തിന് വേണ്ടി നിൽക്കും എന്നത് സ്വാഭാവികമാണ്. അതുപോലെ മാത്രം കണ്ടാൽ മതി. പിന്നെ ഞാൻ പറയുന്നത് ഏത് രാജ്യത്തായിരുന്നാലും ഒരു മതസമൂഹമായിട്ടൊക്കെ നിന്നിട്ട്, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിന്നിട്ട് അവർ തീവ്രവാദ ലൈനിലേക്ക് പോകുന്നത് ആ സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ ആപത്താണ്. അതായത് ഒരാൾ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരും, ഏതെങ്കിലും സംഘടനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിലോ ഏതെങ്കിലും മതത്തിലോ ഉള്ള ഒരാൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അത് ആ പ്രശ്നം വർഗീയമായി കണ്ടുകൊണ്ട് ഈ മതത്തിന്റെ ആൾക്കാർക്കെല്ലാം, അവർ ചിലപ്പോൾ ന്യൂനപക്ഷമായിരിക്കും, അപ്പൊ ആ മതത്തിന്റെ ആൾക്കാർക്ക് എല്ലാം, നിരപരാധികളെല്ലാം ഒരുപാട് അനുഭവിക്കേണ്ടിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നേർക്കുനേരെയുള്ള ലൈവായിട്ടുള്ള സംവാദങ്ങളിലൂടെ, ചർച്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുകയാണ് എല്ലാവർക്കും, കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം നല്ലത്. അതല്ലാതെ അതായത് ഒന്നുമില്ലാതെ ഒരു വകയും ഇല്ലാതെ വെറുതെ പോയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഇവിടുത്തെ ആ സമൂഹത്തിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട് കുട്ടികളും സ്ത്രീകളും എല്ലാം കഷ്ടപ്പെടേണ്ടി വരും. എന്ന് വെച്ച് ഈ അക്രമം നടത്തുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്നതല്ല. അക്രമം നടത്തുന്ന ആൾക്കാർ ഒരു തലത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ അവർക്ക് സൃഷ്ടാവ് അവർക്ക് തുല്യമായി തന്നെയുള്ള ഒരു ശക്തിയെ കൊണ്ടുവന്ന് അവരെ ചെറുക്കും. വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടുത്തില്ലായിരുന്നെങ്കിൽ ഈ ലോകം മൊത്തം തകർന്ന് തരിപ്പണമാകുമായിരുന്നു. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എന്താണ്, പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളും ഒക്കെ തകരുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അനീതി എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിക്കരുത്. അനീതി ഇപ്പം ഈ പറയുന്നത് പോലെ ഇപ്പോഴ് പഴയ ട്രെൻഡൊക്കെ മാറി. അപ്പൊ എന്നും മതം നോക്കി കാര്യങ്ങൾ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, മതം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ആ മതം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴ് ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും ഒക്കെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ താമസിക്കുന്ന സ്ഥലമാണ്. പക്ഷേ പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന് വേണ്ടി, അവരുടെ അവകാശത്തിന് വേണ്ടി, അവിടെ ജനിച്ചവർക്ക് വേണ്ടി, അവിടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവരെ രാഷ്ട്രമായി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ ട്രംപിനും ഇത് നമ്മുടെ നെതന്യാഹുവിനുമൊക്കെ അതിനെ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് അവർ വരുന്നത്. അല്ലാതെ ഈ തീവ്രവാദത്തിന് എതിരിടുക എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. ഈ തീവ്രവാദത്തെ പ്രകോപനപരമായി തീവ്രവാദത്തെ സൃഷ്ടിക്കുന്നത് അവർ തന്നെയാണ്. തീവ്രവാദത്തെ ആദ്യം പിടിച്ചെടുക്കാനുള്ള രാജ്യങ്ങളിൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീവ്രവാദത്തെ സൃഷ്ടിക്കുക എന്നതാണ് അവരാദ്യം ചെയ്യുന്നത്. എന്നിട്ട് ആ തീവ്രവാദികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആക്രമിക്കും. അപ്പോൾ നിരപരാധികളെല്ലാം മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്കും കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും പോകും. അപ്പോൾ ഈ ലോകത്തിന് വന്ന മാറ്റം എന്ന് പറയുന്നത്
ഇപ്പോഴും ഒരു വേള നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹം സാമൂഹികമായിട്ടൊരു പ്രതിഷേധത്തിനൊന്നും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ക്രിസ്ത്യൻ രാജ്യങ്ങളും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും അതല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും, എന്തിനേറെ ഇസ്രായേലിൽ തന്നെയുള്ള ജൂതന്മാർ വരെ ശക്തമായി സ്വന്തം രാജ്യത്തിനെതിരെയല്ല, ഭരണാധികാരികൾക്കെതിരെ തന്നെ അവര് എന്ത് ചെയ്യുന്നു, അവര് പ്രക്ഷോഭം നയിക്കുകയാണ്. അപ്പോഴും ലോകം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ലോകമെല്ലാം ഒരു ഒറ്റ ലോകമായി മാറി, ഒറ്റ വീട് പോലെയായി മാറി. അപ്പോ ലോകമെല്ലാം ഈ ലോകമേ തറവാടെന്ന് പറഞ്ഞ നമുക്ക് ലോകം ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഒരു തറവാടായി മാറി. അപ്പൊ ആ തറവാടിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അവിടെ ട്രംപ് കാണിക്കുന്നതും ഇവിടെ നമ്മുടെ ആൾക്കാർ കാണിക്കുന്നതും എല്ലാം എല്ലാവരും കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോഴും എല്ലാവരുടെയും ഉള്ളിലും എന്താണ്, ഒരു ദൈവബോധമുണ്ട്, അതല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തവർക്കൊരു നന്മബോധമുണ്ട്, ഒരു നീതിയുടെ ബോധമുണ്ട്. അപ്പൊ ആ നീതിയുടെ ബോധത്തിൽ നിന്നും നന്മയുടെ ബോധത്തിൽ നിന്നും ഒക്കെ എന്തുണ്ടായി, നീതിക്ക് വേണ്ടി ശബ്ദിക്കുക, സത്യത്തിന് വേണ്ടി ശബ്ദിക്കുക എന്ന ഒരു ലൈൻ ഉടലെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മള് ബ്രിട്ടനിലും അതല്ലെങ്കിൽ മറ്റു ആസ്ട്രേലിയയും പിന്നെ സ്പെയിന് ഇവയെല്ലാം എന്താണ് ആ പലസ്തീനെ രാഷ്ട്രമായിട്ടൊക്കെ അംഗീകരിച്ചത്. അതോടൊപ്പം തന്നെ അതായത് അധിനിവേശ കടന്നാക്രമണവും അതേപോലെ തന്നെ എന്താണ് വലിയ ഒരു കാര്യമാണ് തീവ്രവാദം എന്നുള്ളത്. ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാലസ്തീൻ എന്ത് ചെയ്യാം, പാലസ്തീനിലെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ രാഷ്ട്ര നിർമ്മാണം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ അധികാരത്തിലേക്ക് കടന്നുകൊണ്ട് ജനസേവനം നടത്തുക എന്നതിലുപരി മറ്റുള്ള രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നാക്രമിക്കാനൊന്നും പോകേണ്ട കാര്യം ഇല്ല. സ്വന്തം രാജ്യം വികസിപ്പിച്ചെടുക്കുക എന്നത് മാത്രം ചെയ്താൽ വേറെ പ്രശ്നമില്ല. അപ്പൊ അതിൽ നിൽക്കാതെ ഈ തീവ്രവാദത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഉപദ്രവം എന്ന് പറയുന്നത് അവരുടെ ബന്ധുക്കളും അതല്ലെങ്കിൽ അവരുടെ സമുദായവും അതല്ലെങ്കിൽ അവരുടെ സമൂഹവും എല്ലാം എന്ത് ചെയ്യും, ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ അപ്പോഴ് ലോകം എന്താണ്, ലോകം ഒരു ഒറ്റ ചിന്താഗതിയിൽ നീതി എന്ന ഒരു ചിന്താഗതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ സത്യം എന്ന ഒരു ചിന്താഗതിയിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും സത്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതും പറയുന്നതും, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതും പറയുന്നത്. ഈ നാളെ ഒരു പലസ്തീൻ എങ്ങും ഉണ്ടാകരുത്, അതിനുവേണ്ടി ആരും കാരണക്കാരാകരുത്. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ഒരു തീവ്രവാദം നമ്മളിൽ നിന്നും ഉണ്ടാകരുത്. കുറച്ചുള്ള കാലം നമ്മൾ എന്താണ് ജനസേവനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് വരേണ്ടത്. പിന്നെ നമ്മളിപ്പോ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലൊരു ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് വരികയുണ്ടായി. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വിതർക്കങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വന്നു. പക്ഷേ അത് പലരും ആഗ്രഹിക്കുക, ഇനി ആരോ ഒന്നര പോസ്റ്റിലൊക്കെ ഇട്ട് ഇനി കുറച്ച് പഴയ നമ്മുടെ അപ്പന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ ഇത്തിരി വർഗീയതയോ അല്ലെങ്കിൽ സ്വന്തം മതത്തിന് സപ്പോർട്ട് ചെയ്ത് വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപിടിക്കാനൊന്നും ഇനി ആരും നിൽക്കണ്ട. നമ്മുടെ ഓരോ ആഘോഷവും നമ്മൾ ഉത്സവമാക്കിയാണ് ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങനെയാണ് വേണ്ടത്. കേരളത്തിന്റെ ഒരു ലൈൻ മാറി. പക്ഷേ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നവർ കേരളത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായമല്ല പറയുന്നത്. കേരളം നമ്മൾ ജീവിതത്തിലേക്ക് കടന്നുപോയാൽ എന്താണ് മതേതരമായി പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ന്യൂസിലൂടെ കേൾക്കുന്നത് എന്താണ്, ന്യൂസിലൂടെ പച്ച വർഗീയതയാണ് പറയുന്നത്.
ഒരു സമുദായത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ അണികൾ പോലും ആ രീതിയിൽ വർഗീയമായി പ്രവർത്തിക്കുന്നില്ല. അപ്പോഴാണ് നേതാക്കന്മാർക്ക് അവർക്ക് നിലനിൽക്കാൻ വേണ്ടി വർഗീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നു. അപ്പൊ അതിനെയും നമ്മൾ ഒരു സംഘടനയും എതിർക്കാൻ വേണ്ടി, ഏത് തീവ്ര സംഘടന ആയിക്കോട്ടെ, അവരെല്ലാം അവരുടെ തീവ്ര ആശയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുക, അതാണ് വേണ്ടത്. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങുക. ഇപ്പൊ ഇവിടെ മതത്തെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. മതത്തെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് അവരവരുടെ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിൽ ഇനി എന്തൊരു സംരക്ഷണത്തിന്റെ ആവശ്യം എന്താണ്? അവരവര് ചെയ്താൽ മതിയല്ലോ. അപ്പൊ മറ്റുള്ളവർ അതിനെ പോയി തടസ്സം നിൽക്കണ്ട. മറ്റുള്ളവർ അതിനെ റെസ്പെക്ട് ചെയ്യുക. ഓരോരുത്തരുടെയും ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകട്ടെ. അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ലൈവില് ചിറക്കൽ ശ്രീഹരി, സജീവ് ഖാൻ, നിസാം റയ്യാൻ, ജയ് അറോറ, അരുൺ സി പക്രു ഇവരൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ലോകം നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ കേരളം ഇപ്പോഴും പഴയ വർഗീയത പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയല്ല. അത് ദൈവികമായിരുന്നാലും പുരോഗമനപരമായിരുന്നാലും വർഗീയത കൊണ്ടല്ല നമ്മൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കേണ്ടത്. ഇനി ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു. രാഷ്ട്രീയം ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്തു, ജനങ്ങൾക്ക് എന്താണ് നന്മ ചെയ്തത്, അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആയിരിക്കണം രാഷ്ട്രീയപരമായിട്ട് വളർച്ച ഉണ്ടാകേണ്ടത്. അതല്ലെങ്കിൽ വർഗീയത പറയുന്നവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പൊക്കി വെച്ചുകൊണ്ട് നടന്നാല് ഇവിടെ വർഗീയത വളരുക മാത്രമേ ചെയ്യുകയുള്ളൂ. സമുദായ സംഘടനകളും പള്ളി സംഘടനകളും അവരവരുടെ പള്ളികൾ വൃത്തിയാക്കിയിടുകയും പള്ളികൾക്ക് വേണ്ടിയുള്ള ആരാധനാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ജനങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയവൽക്കരിക്കാൻ വേണ്ടി അവരാരും പരിശ്രമിക്കേണ്ട കാര്യമില്ല. അവര് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ ദൈവിക ബോധത്തിൽ മനുഷ്യരും ദൈവവും മാത്രമേ ഇവിടെയുള്ളൂ. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഇവിടെ തന്നെ അവരവർക്ക് ലഭിക്കും എന്നതാണ് സത്യം. അവരവർക്ക് അവരുടെ കർമ്മഫലമായിട്ട് ഇവിടെ തന്നെ ലഭിക്കും ഒരു പരിധിവരെ. അത് വേദഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അത് ഭഗവത്ഗീതയിൽ അതിന്റെ ആശയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലും പറയുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞപ്പോൾ ഒരു 1-2 വരിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊരു നന്മ ചെയ്താൽ അത് ദൈവത്തിൽ നിന്നാണ്, നിങ്ങൾക്കൊരു തിന്മ ബാധിച്ചാൽ അത് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാതെ പോകാൻ കഴിയില്ല എന്നൊരാശയവും പറയുന്നുണ്ട്. ഇപ്പൊ ചിലര് പറയുമ്പോൾ ചിലര് അത് വിശ്വസിച്ചിരിക്കുന്ന ഇത് ഒരു ഗ്രന്ഥത്തിൽ മാത്രമുള്ളതാണ്. അതിൽ ബൈബിളിലും പറയുന്നുണ്ടല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ ബൈബിളിലും പറയുന്നുണ്ട്. അപ്പോഴ് നമ്മൾ ലോകം ദൈവത്തിൻ്റെതാണ്, ഈ ഭൂമിയെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് നന്മ മാത്രമേ ആവശ്യമുള്ളൂ. ദൈവത്തിൻ്റെതാണ് എല്ലാ മനുഷ്യരും. അപ്പോൾ അങ്ങനെ എല്ലാ മനുഷ്യരെയും ദൈവം ഒരുപോലെ കാണുമ്പോൾ ആ ദൈവത്തിന്റെ സൃഷ്ടികളായ നമ്മൾ മറ്റുള്ള മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും പേരിലൊക്കെ വെറുക്കാനും എതിർക്കാനൊക്കെ നിന്നാൽ ഒന്നാമത്തെ കാര്യം ദൈവം ഇഷ്ടപ്പെടുകയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തില് പ്രശ്നങ്ങൾ ഉണ്ടായാല് സത്യം പറഞ്ഞാൽ നേരെ ബാത്റൂമിൽ പോകാൻ പോലും പറ്റൂല. അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. എപ്പോഴാണ് ആര് കൊല്ലാൻ വരണേന്ന് അറിയാൻ പറ്റൂല. അപ്പോഴും നമ്മള് ജനാധിപത്യപരമായിട്ട് എന്നാലും തിന്മയ്ക്കെതിരെ ശക്തമായിട്ടുള്ള അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ജനസമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് ജനാധിപത്യപരമായിട്ടുള്ള
കൊലയ്ക്കും നിൽക്കാതെ, നമ്മുടെ മഹാത്മാഗാന്ധിജിയൊക്കെ ചെയ്തത് അങ്ങനെയാണല്ലോ അല്ലെ? കൊല്ലാനും മടിക്കാനും വെട്ടാനൊന്നും നിന്നില്ല. ജനങ്ങളുടെ ജനാധിപത്യപരമായി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോഴ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും മനസ്സിലാക്കുക, ജനങ്ങളെല്ലാം ബോധം വന്നു കഴിഞ്ഞു. ജനങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഈ ബ്രിട്ടനിലും ഒരു ലോക വിഷയത്തിൽ തന്നെ സത്യത്തിന്റെ കൂടെ വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യവും പറയണോ? കേരളത്തിലെല്ലാം പ്രബുദ്ധരായ ജനങ്ങളാണ്. ഈ പ്രബുദ്ധരായ ജനങ്ങളെ ദയവ് ചെയ്ത് മതത്തിന്റെയും ജാതിയുടെയും പള്ളിയുടെയും പേരിലൊന്നും തമ്മിലടിച്ചിട്ട് അതിൽ നിന്നുള്ള രക്തം ഊറ്റി കുടിച്ച് വോട്ടായി എടുക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ കൊലപാതകങ്ങളാണ്, കേരളത്തിലെ ആത്മഹത്യയാണ്, കേരളത്തിലെ തൊഴിലില്ലായ്മയാണ്, കേരളത്തിലെ മറ്റു പ്രശ്നങ്ങളാണ്. അപ്പൊ ആ പ്രശ്നങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് ആരാണോ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വ്യക്തി, ആ ഒരുത്തൻ ജനസേവനത്തിന് വേണ്ടിയാണോ ഇറങ്ങുന്നത്, അതല്ല പോക്കറ്റ് സേവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയാണോ ഭരണത്തിലേക്ക് വരുന്നത്, അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടുത്തെ ജനത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏത് പാർട്ടിയിലായിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആൾക്കാരെ നിർത്താൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രമേ അങ്ങനെയുള്ളവർ ജയിപ്പിച്ചു വിട്ടാല് പാർട്ടി വിഷയമില്ല, നമുക്ക് ഉപകാരപ്രദമാകും. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാ പാർട്ടിയിലും നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ജനോപകാരപ്രദമായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നാടിന് ഒരുപാട് മാറ്റം, നമ്മൾ ഇന്ന ഒരാളെ പേരെടുത്ത് പറയുന്നില്ല, അതായത് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. ആര് നന്മ ചെയ്താലും അത് ശരി തന്നെയാണ്, ആര് തിന്മ ചെയ്താലും അത് തെറ്റ് തന്നെയാണ് എന്നതിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക ഒരു പക്ഷം പിടിക്കാൻ ഇല്ല. സത്യത്തിന്റെ പക്ഷം, സത്യവാദി, അത്രയേ ഉള്ളൂ. ആ രൂപത്തില് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മെച്ചം എന്ന് പറയുന്നത് നമ്മളെ ദൈവം ഇഷ്ടപ്പെടും. ഒന്നാമത്തെ കാര്യം, നമ്മൾ സത്യത്തിലൂടെ നിൽക്കുമ്പോൾ ദൈവം നമ്മൾ ഇഷ്ടപ്പെടും. സത്യത്തിനും നീതിക്ക് വേണ്ടി നിൽക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഒന്ന്, ദൈവം ഇഷ്ടപ്പെടും. രണ്ടെന്ന് പറയുന്നത് സമൂഹത്തിൽ സമാധാനം ഉണ്ടാവും. ഈ നമ്മള് പ്രകോപനപരമായി പറയുന്ന വാക്കുകളും പ്രകോപനപരമായി നടത്തുന്ന അക്രമങ്ങളും ഒക്കെ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ പോലും പിടിച്ചാൽ കിട്ടത്തില്ല. രണ്ട് ചേരിയായി കഴിഞ്ഞാൽ എന്താണ് മനുഷ്യൻ ചെയ്യണമെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ഇവിടെ എത്ര ആൾക്കാർ, ഓരോരുത്തർക്കും അസുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്നിട്ട് ചികിത്സിക്കാൻ പോലും പൈസ തികയുന്നില്ല. എത്ര സംഘടനകൾ ഇവിടെ ഉണ്ട്. ഈ സംഘടനകൾ ഈ വർഗീയ മുദ്രാവാക്യങ്ങളുമായിട്ടൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നവർ ഒരു RCCയിലെ രോഗികളെ വീതം വെച്ചെടുത്താൽ പോലും അവർക്ക് വേണ്ടി കൈനീട്ടിയാലും അത് ഏറ്റവും വലിയ ഉത്തമമായ കാര്യമാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ഒരു അസുഖം വന്ന് രോഗമായിട്ട് മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ല, അതല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് പഠനം നടക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മൾ എത്രയൊക്കെ അക്രമം കാണിച്ചാലും നമ്മളെ ഭൂമിയിൽ കുറച്ചുള്ള ജീവിതം നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കാതിരുന്നാൽ, അതല്ലെങ്കിൽ തിന്മകൾ, ഒരുപാട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന തിന്മകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിന്റെ ഫലം വരിക തന്നെ ചെയ്യും. അതാണ് സത്യം. അത് എന്തിനാണ് ആ തിന്മ നമ്മൾ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത്?
അതിനേക്കാളും നന്മ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഇവിടെ എന്താണ് ഓണത്തിനും നബിദിനത്തിനും ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ കുറെ കാഴ്ചകളൊക്കെ കാണുകയുണ്ടായി. അതായത് മുസ്ലിങ്ങളും ഹിന്ദുസും എല്ലാവരും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്നതും അതുപോലെ തന്നെ സ്നേഹം പങ്കിടുന്നതൊക്കെ കാണുകയുണ്ടായി. അപ്പൊ എന്തുമാത്രം നമുക്ക് അതിൽ നിന്ന് സന്തോഷമാണ് ലഭിക്കുന്നത്. ഇനി ക്രിസ്മസ് വരുമ്പോഴും എന്താണ് എല്ലാവരും പരസ്പരം ആഘോഷങ്ങള്, ഓരോരുത്തരും അവരവരുടെ മതങ്ങളിലെ ആഘോഷങ്ങൾ ആഘോഷിക്കട്ടെ. ആഘോഷിക്കുമ്പോൾ അവരുടെ ആഘോഷത്തില് ആ സ്നേഹത്തില്, ആ മനുഷ്യ സ്നേഹത്തില്, നമ്മളെ സുഹൃത്തുക്കളാണ്, സ്നേഹിതരാണ്, മറ്റുള്ളവരെയും കൂടെ കൂടി അതില് ആ സ്നേഹത്തിലാണ് പാത്രമാകുന്നത്. ആ സ്നേഹത്തിൽ മറ്റുള്ളവരുടെ പാത്രമാകുന്നു. അതല്ലെങ്കിൽ അവരുടെ സ്നേഹവും സന്തോഷവും നമുക്കൂടെ തരുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ എത്ര നല്ല കാര്യമാണ്. പിന്നെ എന്തിനാണ് അതുകൊണ്ട് ഇപ്പൊ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് 5G 6G ആയിട്ടുള്ള ജനറേഷനാണ്. അപ്പൊ അവരെ പറ്റിക്കാമെന്ന് ആരും കരുതരുത്. എല്ലാവർക്കും അറിയാം ഇവൻ മതം പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇവൻ എന്താണ് രാഷ്ട്രീയം പറയുന്നത്, ഈ വിഷയം എന്തിനാണ് അവൻ എടുത്തിട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ അളക്കും. പഴയ ആൾക്കാരെ പോലെ ബുദ്ധി മരവിച്ചിട്ടില്ല അല്ലെ. ഈ ഓരോ ദിവസവും ഓരോ റീൽസിലൂടെയും ഓരോ വീഡിയോകളിലൂടെയും ഓരോരുത്തരും കംപ്ലീറ്റ്, അതായത് ഈ ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിമാന്മാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും വെളിയിലോട്ട് വരാൻ പോലെയുള്ള അവസരം ഇല്ലായിരുന്നു. അപ്പൊ അവരുടെ എല്ലാം ബുദ്ധിയും അറിവും അതല്ലെങ്കിൽ പ്രചോദനവും ഒക്കെ റീൽസിലൂടെയും എല്ലാം കേട്ട് മനഃശാസ്ത്രവും ആരോഗ്യവും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും പഠിച്ചിട്ടാണ് ഓരോരുത്തർ ഇരിക്കുന്നത്. അവര് വളരെ ആത്മരോഷത്തിലാണ്. ഓരോരുത്തരുടെയും തിന്മകളൊക്കെ കണ്ടിട്ടുള്ള ആത്മരോക്ഷത്തിലാണ്. അവരെല്ലാവരെയും അവർക്കറിയാം. ഓരോ പാർട്ടിയുടെയും ഓരോ വ്യക്തിയുടെയും എന്താണ് അവരുടെ പ്രവർത്തനം എന്തിനാണെന്നും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതും ഒക്കെ അവരെ കാൽക്കുലേറ്റ് ചെയ്ത് അവരെ ബ്രെയിനിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ സമയം വരുമ്പോൾ അതവർ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിയുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും നമ്മുടെ ലോകവും എല്ലാം ഇപ്പോഴ് എന്താണ് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെയൊക്കെ തനിനിറം ദൈവം വെളിയിൽ കൊണ്ടുവരും. ഇപ്പോഴ് നമ്മളെ ഒരു രാജ്യത്തുള്ളവരെയും ഒരു രാജ്യത്തെയും എന്ത് ചെയ്യേണ്ട, നമ്മൾ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ മുമ്പ് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ ഒരു തെറ്റുകൊണ്ട് നമ്മളൊരു രാജ്യത്തെ വെറുക്കാൻ നിന്നാല് എന്തായിരിക്കും അവസ്ഥ? അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ രാജ്യത്തിലെയും എന്താണ് പൊതുജനം എന്ന് പറയുന്നത് സത്യത്തിന്റെ കൂടെയാണ്. പക്ഷെ അവരുടെ ശബ്ദം വെളിയിൽ കേൾപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ തെറ്റുകൾ ചെയ്യുന്ന ഭരണാധികാരികളും ആയിരുന്നാൽ പോലും ഈ ജനങ്ങളുടെ കൂടുതൽ പേർ ഒരുമിച്ച് സത്യം നമ്മൾ പറയുമ്പോൾ ഭരണാധികാരികൾ പോലും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ നിലപാടുകൾ മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ നിലപാടുകൾ മാറ്റും. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളെ കൂടെ ഉണ്ടാവും എന്ന ഒരു ശക്തിയിൽ നമ്മൾ സത്യം പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഗീയത പറയുന്നവരെയൊക്കെ അവഗണിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. വർഗീയത പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നാളെ നമ്മുടെ സ്ത്രീകൾക്കും നമ്മുടെ കുട്ടികളും കലാപത്തിന് ഇരയാകേണ്ടി വരും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. പഴയകാല കലാപങ്ങളൊക്കെ അത് വീണ്ടും എടുത്തിട്ടിട്ട് വീണ്ടും എടുത്ത് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് സംഭവിച്ചു പോയ അന്നത്തെ ആൾക്കാരുടെ മൈൻഡ് അല്ല ഇന്നത്തെ ആൾക്കാർ. ഇന്നൊക്കെ ഒരുപാട് ബോധം വന്നു കഴിഞ്ഞു. എന്നിരുന്നാലും കുറച്ചു പേര് വർഗീയത കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ നേരെ കണ്ട് അവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരാൾ വർഗീയത പറഞ്ഞാൽ, കേരളത്തിൽ ഒരാൾ വർഗീയത പറഞ്ഞാൽ ഇപ്പൊ അതിനുള്ള മാർഗങ്ങളുണ്ടല്ലോ. ഇപ്പം പത്രപ്രവർത്തകർ വിളിച്ച് ചോദിക്കൂലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ശക്തമായി പറയും.
അപ്പോഴ് അവര് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതേപോലെ അതിനുവേണ്ടിയുള്ള ജനസദസ്സുകളും ഒക്കെ ഉണ്ടാക്കി നമ്മള് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മള് സത്യത്തിൽ നിന്നാല്, സത്യത്തിനൊപ്പം നിന്നാല് ദൈവത്തിന്റെ സഹായമുണ്ടാകും, ജനങ്ങൾ സന്തോഷപരമായി കഴിഞ്ഞു പോകും. അപ്പൊ നമ്മൾ എല്ലാ നന്മയിലും എല്ലാവരുടെയും ആരാധനാ സ്വാതന്ത്ര്യത്തെ, അതിൻ്റെ മണ്ടത്തരമായിരുന്നാൽ പോലും ആരാധനാ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ആ ആരാധനാ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക്, അതായത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാതിരുന്നാൽ മതി. ജനങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ഉണ്ടാവുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സന്തോഷം പങ്കിടലായിരുന്നാലും ഏതായിരുന്നാലും ജനങ്ങൾക്ക് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ജാഥകളും ഒന്നിന്റെയും പേരിലും പാടില്ല. വളരെ വളരെ സമയത്തിന് വിലയുള്ളതാണ്, സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ ഒരു ആശുപത്രി കേസുമായി കാറിൽ വരുമ്പോൾ റോഡിൽ തടഞ്ഞു നിർത്തി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രഖ്യാപിത വഴിതടയൽ. ഒരു കോള് വന്നായിരുന്നു, അപ്പൊ അങ്ങോട്ട് പോയത്. അപ്പോഴ് പറഞ്ഞു വന്നേന്ന് പറഞ്ഞാല്, ലോകം പുതിയൊരു വേവിലാണ്, പുതിയ ഒരു പുരോഗമനത്തിൽ. അതോടൊപ്പം തന്നെയാണ് നമുക്ക് വേണ്ടത്, നമ്മള് സ്വയം മരിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട്, ആത്മഹത്യാപരമായി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഒരു തീവ്രവാദ സ്ക്വാഡായിട്ട് കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് പൊട്ടിത്തെറിച്ചു കൊണ്ടിട്ട് അവന്റെ ജീവനും പോയി. അതോടൊപ്പം തന്നെ ആ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ആ മതത്തിലുള്ള ആൾക്കാരെല്ലാം അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആത്മഹത്യാപരമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഒരിക്കലും ഇറങ്ങരുത്. തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാല് പിറ്റേന്ന് അവരുടെ കിടപ്പാടവും അവരുടെ മക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെയും പോലും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധിയുണ്ടല്ലോ, നമ്മൾ എന്തിനെയാണ് എതിർക്കുന്നത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുക, എങ്കിൽ നീയുമായി കൊടിയ ശത്രുതയിലുള്ളവനാണെങ്കിലും നീയുമായി ഉറ്റ മിത്രമായേക്കാം എന്നാണ് പറയുന്നത്. എല്ലാ വേദഗ്രന്ഥങ്ങളും അതാണ് പറയുന്നത്. സർവ്വലോകങ്ങളിലുള്ളവർക്കും സുഖവും സമാധാനം ഉണ്ടാകട്ടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോഴിവിടെയൊന്നും ജാതിയും മതവും ഒന്നും പറഞ്ഞില്ല. ഇവിടെ മനുഷ്യർക്ക് എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മള് ചിന്തിക്കണം, നമ്മൾ നീതിക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്. ഒരു കുട്ടിയും, അത് ഏത് മതത്തിലുള്ളവരാവട്ടെ, ഒരു കുട്ടിയുടെയും കണ്ണീര് വീഴരുത്. ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത്. ഒരാളും ഒരു വൃദ്ധനും മർദ്ദനമേക്കരുത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എടുത്തു ചാടി ബഹളമുണ്ടാക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ജനങ്ങൾക്ക് നമ്മൾ സത്യം പറഞ്ഞു കൊടുക്കുക. ഭരണാധികാരികൾക്കും എല്ലാം മാറ്റം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, നമ്മള് യൂറോപ്യന്മാരെ ഇപ്പൊ കണ്ടു പഠിക്കേണ്ടിയിരിക്കുന്നു. അവര് ശക്തമായി റോഡിലേക്ക് ഇറങ്ങി ഇന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഭരണാധികാരികൾക്ക് ബോധ്യപ്പെട്ട് അവർക്ക് മാറ്റം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അവിടെ കലാപം ഉണ്ടാക്കാൻ നിന്നില്ല ആരും. അപ്പോഴ് ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തുക, അതല്ലെങ്കിൽ മീഡിയ വഴി അവരെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കുക. അപ്പൊ അവർക്ക് തന്നെ മാറ്റം ഉണ്ടാകും. ഓരോ വിഷയത്തിലും മാറ്റം ഉണ്ടാകും. ബോധത്തിന്റെ കുറവ് ഒന്നെന്ന് പറഞ്ഞാൽ ഈ വർഗീയതയും അതല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുക്കാൻ കാരണം ഒന്ന് ബോധമില്ലാഞ്ഞിട്ടാണ്. ഒന്നാമത് അവന് അറിവില്ല. പിന്നെയെന്ന് പറയുന്നത്
എന്താണ് വിദ്വേഷം, വർഗീയത മാറണമെങ്കിൽ ഒരുമിച്ചിരിക്കണം. ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താലേ വർഗീയത മാറുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പല സംഘടനകളായി നിൽക്കാതെ ഒരുമിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകണം. ഇവിടെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിച്ചിട്ടുള്ള വർഗീയതയും വേണ്ട. ന്യൂനപക്ഷ വർഗീയതയെന്നും പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഒന്നിനെ പക്ഷം പിടിക്കുന്നത്. ഇവിടെ ഈ പക്ഷങ്ങൾ പിടിക്കുന്നത് തന്നെ ഒരുതരം വർഗീയതയ്ക്ക് പ്രോത്സാഹനമാണ്. അതായത് വിഭാഗീയമായി സംഘടിക്കുന്നത്, മതപരമായോ ഗ്രൂപ്പുകളായിട്ടോ സംഘടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? രാഷ്ട്രീയം. ഇപ്പൊ പൊതുജനങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ സംഘടിക്കേണ്ട കാര്യമില്ല. മതങ്ങളും സംഘടനകളും ഒക്കെ അവരുടെ മതപരമായ കാര്യങ്ങളിൽ അമ്പലത്തിന്റെ കാര്യങ്ങൾ നോക്കാനും പള്ളിയുടെ കാര്യങ്ങൾ നോക്കാനും ആരാധനകളുടെ കാര്യങ്ങൾ നോക്കാനും അതിനൊക്കെയാണ് അവർ സംഘടിക്കേണ്ടത്. ഇവിടെ മനുഷ്യരുടെ കാര്യം പൊതുവായ കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു മനുഷ്യരുടെ അവകാശം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അവിടെ മതത്തിന്റെ പ്രശ്നമല്ല, അത് മനുഷ്യരുടെ പ്രശ്നമാണ്. അപ്പൊ മനുഷ്യരെല്ലാം ഒരുമിച്ച് നിൽക്കണം. അവിടെ വർഗീയത കാണല്ല. അവിടെ ആരും ഡോക്ടറുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും മതം നോക്കിയൊന്നും ചെയ്യുന്നില്ലല്ലോ. എല്ലാവർക്കും എല്ലാ ചികിത്സയും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെയാണ് നമ്മള് ഒരിക്കലും രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ മതത്തെയോ സംഘടനകളെയോ ഒന്നും ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനകൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു സമൂഹത്തിൽ എന്തെല്ലാം നന്മകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അത് മറ്റുള്ള സമൂഹങ്ങൾക്ക്, മറ്റുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. അതുപോലെ തന്നെയാണ് വേറെ സമുദായ സംഘടനകളായിരുന്നാലും ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള നന്മ, ജനങ്ങൾക്ക് കൊടുക്കാനുള്ള നന്മ, അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ വർഗീയത, മറ്റുള്ളവർക്കെതിരെ വർഗീയത പറയലല്ല ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ, യേശുക്രിസ്തു എന്താണ് സമൂഹത്തിന് കൊടുത്ത നന്മകൾ, ആ നന്മകൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മറ്റുള്ള മതക്കാരെ കുറിച്ച് പറയാനല്ലല്ലോ യേശു പഠിപ്പിച്ചത്. എല്ലാ മതത്തിന്റെയും ആൾക്കാർ മതത്തിന്റെയും അതായത് അടിസ്ഥാനപരമായ ആവശ്യം ജനങ്ങൾ ദൈവത്തിലേക്ക് എത്തുക, ജനങ്ങൾ നന്മയിലേക്ക് എത്തുക എന്നതായിരുന്നു. പക്ഷെ അതിൽ നിന്നും മാറി ഇപ്പോൾ വർഗീയമായി അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ വീടുകളിൽ നമ്മൾ വ്യത്യസ്തരായി ഇരിക്കുന്നെങ്കിലും നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോഴും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഫേസ്ബുക്കിൽ ലോകത്ത് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? നമ്മളെ ഉള്ള ജീവിതം, ചിലര് ഈ പറയുന്ന കണക്ക് ഒരുപാട് വയസ്സായി പടുകിളവനായിട്ടും അവർക്ക് ഇനി മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അവരെ ഇപ്പോഴും വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെയും വിളിച്ചു നിർത്തി രണ്ട് സൈഡിൽ നിന്നിട്ട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക. ഒരാൾ പോലെ രണ്ടുപേര് പോകണം. നമ്മളൊരു ഒരു വർഗീയത പറയുന്ന ഒരാളിന്റെ അടുത്ത് പറ്റുമെങ്കിൽ 3 മതവിഭാഗത്തിന്റെ ആളുകളെ ചെന്നിട്ട് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കണം. എന്താണ് നമ്മളെ ദൈവമോ നമ്മുടെ വേദഗ്രന്ഥമോ പരസ്പരം വർഗീയത പറയാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വർഗീയ പറയരുത്. നമ്മളെ സമൂഹത്തിനും നമ്മുടെ ദൈവത്തിനൊന്നും ഇഷ്ടമുള്ള കേസല്ല അത്. അതുകൊണ്ട് നിങ്ങൾ വർഗീയത ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും വളരെയധികം ഒരു കലാപമൊക്കെ ഉണ്ടായാലേ നമ്മുടെ കേരളത്തിലെ കിടന്നുറങ്ങാൻ കഴിയത്തില്ല. അത് വേറൊരു ലൈനാണ്. മതവികാരം പുറപ്പെട്ടു പോയാലേ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ കരുണ നഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഈ കുട്ടികളെയൊക്കെ ബോംബിട്ട് കൊന്നിട്ടും അവർക്ക് യാതൊരു ഇതാ മറ്റവന്റെ മതം, അവനെ കൊല്ലണം, അവരുടെ അടിസ്ഥാനപരമായി തന്നെ കൊല്ലണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും. പക്ഷെ ഇവന്റെ ആശയത്തിലുള്ളവരൊക്കെ ഇവരെ സംരക്ഷിക്കാനും നോക്കുവൻ.
ഇത് ദൈവത്തിന് അങ്ങനെ ആശയമില്ലെന്നേ. ദൈവത്തിന്റെ കുട്ടികളെല്ലാം, പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ദൈവത്തിന്റെ കുട്ടികളാണ്. നിങ്ങൾ കൊല്ലുന്ന ഓരോ കുട്ടിയുടെയും വീഴുന്ന ഓരോ കണ്ണീരിനും നിങ്ങൾക്ക് കണക്ക് പറഞ്ഞേ മതിയാവൂ. ഒരു പക്ഷെ ഇവിടെ ആരെങ്കിലും കണക്ക് പറയാതെ പോയെങ്കിൽ ദൈവത്തിൻ്റെതായ ഒരു കോടതിയിൽ അതിന് നാളെ കണക്ക് പറയേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത. ഇവിടെ തന്നെ അനുഭവിച്ച് നാണം കെട്ടിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോഴും ഒരുത്തൻ ഒരു സമൂഹത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ചിലപ്പോൾ അവന്റെ പാർട്ടിയിലുള്ള അവന്റെ വിങ്ങിലുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തി പീഡിപ്പിച്ച് സ്വയം ദുഃഖിച്ചു മരിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ എത്തും. അതാണ് ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സമയമായി. വേറെ പുതുതായിട്ട് വന്നത് അരുൺ സി പക്രു, നുജൂം AS, MA ഗഫൂർ ആലംകോട്, ഷിയാസ് മുഹമ്മദ്, R രാജേഷ്, AKM വാസിം, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴ് നമുക്ക് അതല്ലേ വേണ്ടത്. എല്ലാവരും, ഞാൻ അതാണ് പറയുന്നത്, നമ്മളെല്ലാവരും നമ്മൾ ബസ്സിലൊക്കെ വെച്ച് കാണുമ്പോഴും വഴിയിൽ വെച്ച് കാണുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുമ്പോഴും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടു കൂടി പാട്ടുപാടി പാട്ട് കേട്ട് അതല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നതാണ് കാണുന്നത്. ഫേസ്ബുക്കിലോട്ട് വന്നാൽ ഇവിടെ വർഗീയതയും അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ രാഷ്ട്രീയക്കാരൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഈ മതത്തിന്റെ ആൾക്കാരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ ഈ ഓരോ സമുദായ സംഘടനകളിലെ നേതാക്കന്മാരെന്ന് പറയുന്നവര് തന്നെ ഈ നമ്മുടെ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ തെറ്റുകൾ പറയുമ്പോൾ സമൂഹം അതിന് ഉത്തരവാദിയല്ല. സമൂഹത്തിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും അതിനെ എതിർക്കുകയാണ്. പക്ഷേ അവരുടെ കുതന്ത്ര ബുദ്ധിയും എല്ലാം കൂടെ കൊണ്ടിട്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ ഭരണത്തിൽ വരികയാണ്. ഭരണത്തിൽ വന്ന് ജനങ്ങളെ അടക്കി ഭരിക്കുകയാണ്. അല്ലാതെ ജനാഭിപ്രായമല്ല. അതുകൊണ്ട് ഒരു രാജ്യത്തെയും ഒരുപാട് പാരമ്പര്യമുള്ള നല്ല ഒരുപാട് ആൾക്കാർ ജീവിച്ചു മരിച്ചുപോയ രാജ്യങ്ങളാണ് എല്ലാ രാജ്യങ്ങളും. ഈ ഭൂമി ദൈവത്തിന് ഈ ഭൂമി എന്നേ ഉള്ളു. രാജ്യങ്ങൾ പോലും ദൈവം തിരിച്ചതല്ല. നമ്മൾ മനുഷ്യര് പരസ്പരം അടികൂടാൻ വേണ്ടി തിരിച്ചതാണ്. അപ്പോഴേ നമ്മൾ ദൈവത്തിന്റെ സമാധാന സന്ദേശം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൈമാറേണ്ടത് വളരെ അടിയന്തരമായ ആവശ്യമാണ്. നമ്മുടെ പ്രദേശത്ത് സമാധാനമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാ സംഘടനകളും ഇവിടെ ഇരുന്നോട്ടെ. എല്ലാ സംഘടനകളും നന്മയിൽ മുന്നേറൂ. ഞാൻ 2 രോഗികളെ സഹായിച്ചു, നിങ്ങൾ 3 രോഗികളെ സഹായിക്കൂ. അതിന്റെ വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയതയും അതൊക്കെ പറയുന്ന സമയം കൊണ്ട് എത്ര ആൾക്കാരാണ് ഡയാലിസിസ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. ഈ വർഗീയത പറയുന്നതും പ്രചരിപ്പിക്കുന്ന സമയം കൊണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് ഓരോ സ്ഥലത്ത് സ്ഥാപിച്ചു കൊടുത്താൽ നമുക്കൊക്കെ അറിയാം. കാറ് പിടിച്ച് എത്രയെങ്കിലും കിലോമീറ്റർ കഴിഞ്ഞാണ് ഈ ഫ്രീ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് വണ്ടിക്കൂലി 500-750 ചിലവാക്കി വരുന്ന ഒരുപാട് പേരുണ്ട്. ഓരോ സ്ഥലത്തും നിങ്ങൾ ഓരോ പാർട്ടിയുടെ പേര് വെച്ചോ, കുഴപ്പമില്ല. എങ്കിലും ആ പാർട്ടിയുടെ പേര് വെച്ച് ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങി. എന്ത് നല്ല കാര്യമാണ്. പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസത്തെയും വികാരത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് പരസ്പരം തമ്മിലടിപ്പിക്കാതിരിക്കുക. അത് രാഷ്ട്രീയക്കാരായിരുന്നാലും മതത്തിന്റെ ആൾക്കാരായിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച്, ഇത് എവിടെയും പറഞ്ഞിട്ടില്ലെന്നേ, ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത കാണിച്ചുകൊണ്ട് നടക്കാൻ പറയുന്നില്ല. പിന്നെ എന്തിന്, ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ദൈവം നിങ്ങളെ വെറുക്കും വർഗീയത കാണിച്ചാൽ, മനുഷ്യര് നിങ്ങളെ വെറുക്കും വർഗീയത കാണിച്ചാൽ, നിങ്ങളുടെ അനന്തരഫലം നിങ്ങൾക്ക് ഭാവിയിൽ കലാപങ്ങളുടെയും ഒരാൾ പറയുന്ന വാക്കിന്റെയും അതല്ലെങ്കിൽ പ്രവൃത്തിയുടെയും ഒരു കലാപങ്ങളുടെയും അക്രമങ്ങളൊക്കെയാണ് അതിന്റെ പര്യവസാനം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മള് സ്നേഹമല്ലേ നല്ലത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷവും സംഘർഷങ്ങളും ഇല്ലാതിരുന്നാൽ പോലെ ഒരു കല്യാണം തന്നെ നടക്കുകയുള്ളൂ, ഒരു ചടങ്ങ് തന്നെയല്ലേ നടക്കത്തുള്ളൂ. ഇവിടെ ആഘോഷങ്ങളൊക്കെ നടക്കണ്ടേ? അപ്പൊ ആഘോഷങ്ങൾ, എല്ലാവരുടെയും ആഘോഷവും എല്ലാവരും സന്തോഷത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ആ കേരളമല്ലേ നമ്മൾ സ്വപ്നം കാണേണ്ടത്. അപ്പൊ ലോകത്തിരുന്ന് എല്ലാവർക്കും കാണാൻ കഴിയുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ
നമ്മളായിട്ട് ഒരു വർഗീയമായ ഒരു ഇതിലോട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർ കാണിക്കുന്ന തിന്മകൾ ഓരോ ഭരണാധികാരികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ഭരണാധികാരികളോ കാണിക്കുന്നതൊക്കെ നമുക്കറിയാം. നമുക്ക് അത് വളരെ വലിയ വിഷമമാണോ പ്രതിഷേധമുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ നമ്മളെന്നും പറഞ്ഞിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രതികരിക്കാൻ നമ്മൾ ഇറങ്ങിയാൽ അല്ലെങ്കിൽ തീവ്രവാദ ലൈനിലേക്ക് ഇറങ്ങിയാൽ നഷ്ടം എല്ലാവർക്കുമാണ്. നമ്മള് പറയണ്ട എന്നുള്ളതല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, തെറ്റുകൾ പറയുക, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതിന് ശരിയായ ജനാധിപത്യപരമായ മാർഗങ്ങൾ അവലംബിക്കുക, പരസ്യമായ സുതാര്യമായ മാർഗങ്ങൾ നിലപാടുകൾ എടുക്കുക. അതൊരു മതത്തിന് വേണ്ടിയാവല്ല, മനുഷ്യരാശിക്ക് വേണ്ടിയാവണം. മനുഷ്യന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, എന്റെ മതം മനുഷ്യന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനം മനുഷ്യന് വേണ്ടിയാണ് എന്നൊരു സങ്കല്പം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആരെയും വർഗീയമായി പറയുകയില്ല. അതുകൊണ്ട് ഇനി വീണ്ടും വരാൻ 1-2 കാര്യങ്ങളൂടെ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കൊന്ന് പോകണം. ഒരാളെ നേരത്തെ വിളിച്ചിരുന്നു, പോവാൻ സമയമായി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്താണ് പറയുക. നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ നിലനിൽപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ തോന്നുന്നത്. നമ്മളെ ഈ ഉരുണ്ട് പെരുകുന്ന ഫേസ്ബുക്കിലായിരുന്നാലും രാഷ്ട്രീയത്തിന്റെ ഇടയിലായിരുന്നാലും ഉരുണ്ട് പെരുകുന്ന ആ ഒരു വർഗീയതയുണ്ടല്ലോ, ആ വർഗീയതയുടെ അവസാനം ചെന്നെത്തുന്നത് നമ്മൾ ഈ പാലസ്തീനിലൊക്കെ കാണുന്ന അവസ്ഥയിലേക്കൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ എല്ലാവരുടെയും സമാധാനത്തിനായി എന്ത് ചെയ്യുക, നമ്മൾ ദൈവത്തിന് വേണ്ടി പരസ്പരം എല്ലാവരുടെയും സ്നേഹിക്കുക. ഈ അതിക്രമങ്ങൾ നടത്തുന്ന വലിയ വലിയ രാജ്യങ്ങളും എല്ലാം ഏതൊക്കെയായിരുന്നാലും അവരും തീവ്രവാദത്തിന് അടിമപ്പെടും. ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന കുട്ടികളും ഇതൊക്കെ മരിച്ചു പോകുന്ന ആൾക്കാർ പിന്നെയും വീണ്ടും ബോധമില്ലാതെ ബോംബും വെച്ച് എവിടെയെങ്കിലുമൊക്കെ വന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ നിരപരാധികളാണ് മരണപ്പെട്ട് വീഴുന്നത്. അങ്ങനെ ആരും പോകരുത് ദയവ് ചെയ്ത്. ഒരു കാരണവശാലും എല്ലാത്തിനും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ നമ്മൾ സത്യസന്ധമായി ദൈവത്തെ നിലനിർത്തി പ്രവർത്തിച്ച് നമ്മുടെ ചുറ്റുമുള്ള പ്രവർത്തനത്തിൽ ദൈവത്തെ നിലനിർത്തിയാൽ ദൈവത്തിന്റെ സഹായം നമുക്കുണ്ടാവും. അതേപോലെ തന്നെ ഇവനേക്കാൾ ശക്തിയുള്ള ഒരുത്തനെ കൊണ്ട് അവനെ ദൈവം എന്ത് ചെയ്യും, നേരിടുകയും ചെയ്യും. പക്ഷെ നമ്മളത് പറയണം. അവന്റെയും ഈ പ്രശ്നമുണ്ടാക്കുന്നവന്റെയും നന്മയും നല്ല സ്വഭാവവും ആയി തീരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. എല്ലാവരുടെയും മനം മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ചാർജും തീരാറായി. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. വീണ്ടും കാണാം. ദൈവം എല്ലാം സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മൾ ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയും നമുക്ക് നല്ല രീതിയിൽ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക. നമുക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. എല്ലാവർക്കും നന്മ വരട്ടെ ഒരിക്കൽ കൂടി.